قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. صدق الله العظيم. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്നും ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആശങ്ക നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും വയലൻസാണ്. വീട്ടിനകത്തും പുറത്തും സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണ്. ലഹരിയുടെ വ്യാപനം ഞെട്ടിക്കുന്നതാണ്. ആരാണ് ഇത് നിയന്ത്രിക്കുക? ആർക്കാണ് അതിന് കഴിയുക? ഈ ഒരു പോക്ക് പോയാൽ എത്ര കാലം നമ്മുടെ നാട് നിലനിൽക്കും? ഉത്തരവാദിത്തപ്പെട്ട കക്ഷികൾ പരസ്പരം പഴിചാരുന്നത് കൊണ്ട് എന്തു ഫലം? ഉള്ള സൗഹൃദം കൂടി തകർക്കുവാനല്ലാതെ അത് ഉപകരിക്കുകയില്ല. ലഹരി ഉപയോഗിക്കുന്നവർക്ക് വേണ്ടത് മനസ്സുഖമാണ്. എല്ലാം മറക്കണം. എല്ലാ സങ്കടങ്ങളിൽ നിന്നും മോചനം വേണം. ലഹരിയുടെ നിർമ്മാതാക്കൾക്കും അതിൻ്റെ വ്യാപാരികൾക്കും വിതരണക്കാർക്കും വേണ്ടത് പണമാണ്. പണമാണ് പരമപ്രധാനം എന്ന് മനസ്സിലാക്കിയാൽ, പണം ഇലാഹായി തീർന്നാൽ യഹ്സബു അന്ന മാലഹു അഖ്ലദ, പിന്നെ ധനം തന്നെ എന്നെന്നും നിലനിർത്തും എന്ന് അവർ കരുതുന്നു. അങ്ങനെ വരുമ്പോൾ ലാഭം കിട്ടുന്നതെല്ലാം ഹലാലും നഷ്ടം പറ്റുന്നതെല്ലാം ഹറാമുമായി ഒരു മതം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനം കൊണ്ട് ഞാൻ ധനം സമ്പാദിക്കുന്നതിനിടയിൽ അത് എനിക്ക് എത്ര ദോഷമാണ്, എൻ്റെ കുടുംബത്തിന് എത്ര പരിക്കേൽപ്പിക്കും, എൻ്റെ നാടിനെ അത് എവിധം തകർക്കും, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയും പണത്തെ ഇലാഹായി കാണുമ്പോൾ അവരുടെ മുമ്പിൽ ഉണ്ടാവുകയില്ല. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? പ്രയോജനമുണ്ട് എന്ന് താൽക്കാലികമായി തോന്നിയാലും ലഹരി കൊണ്ട് മനസ്സുഖം ലഭിക്കുകയില്ല. കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് അത് മനുഷ്യനെ കൊണ്ടെത്തിക്കുക. ഇന്ന് ഉപയോഗിച്ച അളവ് മതിയാവുകയില്ല നാളെ. ഇന്ന് ഉപയോഗിച്ച ഉൽപ്പന്നത്തിൻ്റെ ലഹരിയുടെ വീര്യം മതിയാവുകയില്ല നാളെ. അതുപോലെ ലഹരിയുടെ വ്യാപനം കൊണ്ട്, വ്യാപാരം കൊണ്ട് സാമ്പത്തികമായ സുസ്ഥിതിയും ഉണ്ടാവുകയില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഇല്ലാതാക്കാനുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു അപകടകരമായ മുഴ സർജറി ചെയ്ത് നീക്കം ചെയ്യുന്നത് പോലെയാണ്. ആ സർജറിക്ക് ശേഷം
ആ മുഴ പിന്നെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കും. എങ്ങനെയാണ് ആ മുഴ രൂപപ്പെട്ടിട്ടുള്ളത് എന്നും അതെങ്ങനെയാണ് വളർന്നു വന്നത് എന്നും മനസ്സിലാക്കാൻ വേണ്ടി, ഇനിയും അത്തരം മുഴകൾ രൂപപ്പെടാതിരിക്കാനും അതിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കാനുമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം യഥാർത്ഥത്തിൽ അവിടെ നിൽക്കേണ്ടതല്ല. എന്താണ് അതിന് പിന്നിലുള്ളത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം പരമപ്രധാനമാണ്. ഈ വയലൻസിന്റെ പിന്നാമ്പുറം തേടിപ്പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രശ്നം യഥാർത്ഥത്തിൽ ജീവിത കാഴ്ചപ്പാടിൻ്റെതാണ് എന്നതാണ്. ഇതിനേക്കാൾ പ്രശ്ന കലുഷിതമായിരുന്നു ജാഹിലിയ കാലത്തെ മക്ക എന്ന് പറയുന്നത്. വ്യഭിചാരം, മദ്യം, കൊള്ള, കൊലപാതകം, ഇങ്ങനെ തുടങ്ങി അന്ന് ഇല്ലാത്ത ഒരു തിന്മയുമില്ല. എല്ലാ തിന്മകളും അതിൻ്റെ പരമാവധിയിൽ നിറഞ്ഞാടിത്തമിർത്ത് മനുഷ്യകുലം ഇരുട്ടിൽ, ഡാർക്ക് ഏജ്, അതാണ് ജാഹിലിയ, അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നുള്ള മോചനം തേടി ജബലുന്നൂർ എന്ന വലിയ മലയുടെ മുകളിൽ ഹിറാ എന്നൊരു ഗുഹയിൽ പ്രാർത്ഥിച്ചിരുന്നപ്പോഴാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം വശം കൊടുത്തയച്ച ഈ സന്മാർഗ സന്ദേശത്തിൻ്റെ ഒന്നാമത്തെ വാക്ക് തന്നെ ഇഖ്റ, വായിക്കുക എന്നായിരുന്നു. മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും അവനെ മോചിപ്പിക്കാൻ വേണ്ടത് വായനയാണ്, തിരിച്ചറിവാണ്. മനുഷ്യൻ തൻ്റെ ചുറ്റുപാടുകളെ വായിക്കുക, തൻ്റെ സമൂഹത്തെ വായിക്കുക, തന്നെ തന്നെ വായിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവിക സന്മാർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നത് മാത്രമാണ് ഏക വഴി. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു വിളിക്കുന്നത് സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ് എന്നാണ്. ദൈവിക സന്മാർഗം എന്ന് പറയുന്നത് പ്രകൃതിയുടെ വഴിയാണ്. മതചിന്തകൾ മറന്നുകൊണ്ട് മനുഷ്യൻ നന്നാവണം എന്ന് പറയുന്നവർക്ക് മതവും അറിയില്ല, മനുഷ്യ ചരിത്രവും അറിയില്ല. ദൈവിക സന്മാർഗം മാറ്റിവെച്ച് നടത്തുന്ന സംസ്കരണ പ്രവർത്തനം നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചോറ് തിന്നുന്ന കൈകൊണ്ട് കോഴിയെ ആട്ടുന്നത് പോലെയാണ്. കോഴിക്ക് നേരെ കൈവീശുന്നത് കോഴിയോട് ദൂരെ പോവാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണെങ്കിലും കയ്യിലുള്ള വറ്റുമണികൾ അടർന്നു വീഴുമ്പോൾ കോഴി കരുതുന്നത് അതിന് ഭക്ഷണം ഇട്ടു കൊടുക്കുകയാണ് എന്നാണ്. ഇതുപോലെ നാട്ടിൽ മുഴുവൻ ബാറുകൾ തുറന്നു വെച്ച് നാം മദ്യവർജനത്തെക്കുറിച്ച് പറയുകയാണ്. കക്ഷി രാഷ്ട്രീയ ലാഭത്തിന്റെ സംഘർഷം ന്യായീകരിച്ച് നാം വയലൻസിനെതിരെ പറയുകയാണ്. ലോട്ടറി എന്ന ചൂതാട്ടത്തിന് തന്നെ കാരുണ്യ എന്ന് പേരിട്ട് നാം സാമ്പത്തിക അച്ചടക്കത്തിന് വേണ്ടി പറയുകയാണ്. അവനവനിസത്തെ സ്വാതന്ത്ര്യം എന്ന് പേരിട്ട് സർവതന്ത്ര സ്വാതന്ത്ര്യം പുരോഗതിയായി കാണുകയാണ് നാം ചെയ്യുന്നത്. തിന്മ ചെയ്യുന്നതല്ല ഇന്ന് പ്രശ്നം, ആ തിന്മയെ ചോദ്യം ചെയ്യുന്നതിനെയാണ് സദാചാര ഗുണ്ടായിസം എന്ന് നാം പറയുന്നത്. അതുകൊണ്ട് തിരിച്ചു പോവുക എന്നതാണ് വഴി. ആ തിരിച്ചുപോക്കാണ് തൗബ എന്ന് പറയുന്നത്. തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുക. നോമ്പ് കൊണ്ട് മനുഷ്യൻ ലഭിക്കുന്നത് ആത്മനിയന്ത്രണമാണ്. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യരുത് എന്ന പാഠമാണ്. എൻ്റെ ഇച്ഛയ്ക്ക് മേൽ ദൈവത്തിൻ്റെ ഇച്ഛ, അതാണ് മനുഷ്യ സമൂഹത്തിന് ഉത്തമമെന്ന ബോധ്യമാണ്. അത് നാട്ടിലെങ്ങും പരക്കുകയാണ് വേണ്ടത്. അതിനെന്ത് വേണം? മതചിന്തകൾ എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾക്കകത്തും നമ്മുടെ പ്രാർത്ഥനാ മുസല്ലയിലും മാത്രം ഉണ്ടായിരുന്നാൽ പോരാ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ അള്ളാഹുവിനോടുള്ള കീഴ്വണക്കത്തിൽ പൂർണ്ണമായും പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ,
നിങ്ങൾ ശൈത്താന്റെ കാലടികളെ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിശ്ചയമായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രുവാണ് എന്നാണ്. ഈ ശത്രുവെ തിരിച്ചറിഞ്ഞ് ജീവിതത്തെ സിറാത്തുൽ മുസ്തഖീമിൽ നിർത്താൻ ഉള്ള പഠനവും പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.